ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ സാധാരണ പിറ്റേ ദിവസം തലേ ദിവസത്തെ വീഡിയോ ആണ് ഇടാറ്. ഇപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ അൺബോക്സിങ് മൺഡേ ഇട്ട കാരണം ഞായറാഴ്ചയിലത്തെ വിശേഷം കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞായറാഴ്ച ഞങ്ങൾ ഫുൾ ഡേ പുറത്തായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇത് ഞായറാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. സാധാരണ നമ്മൾ തലേ ദിവസത്തെ വിശേഷമാണ് പിറ്റേ ദിവസം കേൾക്കുക. അപ്പോൾ ഇതൊരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെയാവുമ്പോൾ എനിക്ക് ഉറക്കത്തിനും വലിയ ക്ഷീണം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് അന്നത്തെ വിശേഷങ്ങൾ അറിയല്ലേ വേണ്ടു, അത് ഞാൻ അപ്പം നിങ്ങൾക്ക് എത്തിച്ചു തരുന്നുണ്ട് കേട്ടോ. കാരണം മീറ്റപ്പൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഫാമിലി കുറേയും കൂടി അടുപ്പായി കഴിഞ്ഞപ്പോഴാണ് കണ്ടമാനം കുട്ടികൾ ഞങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റിയില്ല ആൻറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സങ്കടം. പക്ഷേ ഒരു കുഴപ്പമില്ല, നമ്മൾ ആ ഗ്രൂപ്പ് ഉള്ള കാരണം എല്ലാവരും ഞാൻ അല്ലെങ്കിൽ ഡിവൈൻ ഞങ്ങൾക്ക് ഇടയ്ക്കേ വരാൻ പറ്റുള്ളൂ എങ്കിൽ പോലും ആ ഗ്രൂപ്പ് വളരെ സജീവമായിട്ട് പോകുന്നുണ്ട്. കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കുട്ടികളും അമ്മമാരും എല്ലാവരും കൂടിയുള്ള പരസ്പരമുള്ള പരിചയപ്പെടലും. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്തൊരു ഗെറ്റ് ടുഗദർ ആകുമ്പോഴേക്കും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഭയങ്കര അടുപ്പുള്ള കുറേ ഫ്രണ്ട്സിനെ എല്ലാവർക്കും പരസ്പരം കിട്ടും തോന്നുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും അതെ അവരവരുടെ വിശേഷം. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർവേഡ് മെസ്സേജുകളൊന്നും അയക്കുമെന്ന്. ആരും അങ്ങനെ അത് പറഞ്ഞതനുസരിക്കാണ്ടിരുന്നിട്ടില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് അവരുടെ ഫോട്ടോസ് അയച്ച് ഇത് ഞാനാണ് അല്ലെങ്കിൽ ഇതെൻ്റെ മക്കളാണ് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് ഭംഗിയായിട്ട് അങ്ങോട്ട് തുടർന്ന് പോവുക. അപ്പോൾ ഇങ്ങനെ കുറേ പേര് എന്നോട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ ആഡ് ആവണം എന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക് പേഴ്സണലി നമ്പർ അയച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് യൂട്യൂബിൽ ഞാൻ അത് ഇടുന്നില്ല കേട്ടോ. കാരണം അത് മിസ്യൂസ് ചെയ്യണവരും കുറേ പേരുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അറിയാലോ, ആൻറ്റിയുടെ ബിസിനസ് നമ്പർ എപ്പോഴും എല്ലാവർക്കും ആൻറ്റി ഇടുന്നതാണ്. അതിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനുള്ള നമ്പർ നിങ്ങൾക്ക് തരും കേട്ടോ. അങ്ങനെ പതിവുപടി രാവിലെ എണീറ്റു. സൺഡേ ആണല്ലോ, അപ്പോൾ അറിയാം എല്ലാ കാര്യങ്ങളും കുറേശ്ശെ വൈകിട്ടാണ്. എല്ലാവരും പള്ളിയിൽ പോയി വന്നതിന് ശേഷമാണ് ഇത് കാണുകയൊക്കെ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഞായറാഴ്ചയും കുറേ വൈകിട്ടാണ് നമ്മളെല്ലാവരും എണീറ്റ് എല്ലാ പള്ളിയിലത്തെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഞായറാഴ്ച അങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ തുടങ്ങി. രാവിലെ ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ ഞങ്ങൾ എറണാകുളത്തേക്ക് പോകണം എന്നുള്ളത്. രാവിലെ എണീറ്റ് പതിവുപടെ ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ച്, അത് ഇന്നലെ തന്നെ തലേ ദിവസം തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അതിൽ നിന്ന് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയും അത് എനിക്ക് സ്ഥിരം ശീലമുള്ളതാണ്. അത് എങ്ങനെയാണ് എന്താണ്, കാരണം നമ്മളത് ഫ്രിഡ്ജിൽ വെക്കണതിന് മുമ്പ് അത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇതാ മറ്റേ ചോക്ലേറ്റ് മണ്ണ് മുറിച്ചതാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് അമ്മയും മോളും വന്നപ്പോൾ കൊണ്ടുവന്നതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ എൻ്റെ വക ബീഫ് ദോശയായിരുന്നു. അപ്പോൾ ബീഫ് നമ്മൾ കട്ട്ലേറ്റിലേക്കുള്ള കീമ അടിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് മസാലയൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം ഉരുളക്കിഴങ്ങ് ചേർക്കാത്ത ആ കീമ എടുത്തിട്ട് ദോശയിലിട്ടിട്ട് ഒരു ചമ്മന്തി കൂടി പൊടിച്ച് കഴിഞ്ഞപ്പോൾ ഇനി ഇതന്നെ മുട്ട ദോശ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ പിള്ളേർസിനെ ചെറിയ ആളെയും കൊണ്ട് ഇന്ന് ആദ്യമായിട്ട് മാർക്കറ്റിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ അവിടുത്തെ പിള്ളേർക്കൊക്കെ കാണണം എന്ന് പറഞ്ഞപ്പോൾ അവനെയും കൊണ്ടാണ് പോയത്. അപ്പോൾ അവരൊക്കെ അപ്പാപ്പനും ഡോണും ഡിവൈനും 2 മക്കളും കൂടിയിട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോഴാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് നമുക്ക് എറണാകുളത്തേക്ക് പോകാമെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടി പൊക്കോ, ചാക്കോച്ചനെ എൻ്റെ കയ്യിൽ തന്നിട്ട് പോയാൽ വരുമ്പോഴേക്കും എൻ്റെ പണികളൊന്നും കഴിയില്ല. അപ്പോൾ കാരണം 2 ദിവസം മുമ്പ് ഇതുപോലെ ഞങ്ങൾ എറണാകുളത്തേക്ക് പോകണമെന്നുകൊണ്ട് നടന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെല്ലാവരും കൂടി പൊക്കോ, നിങ്ങൾ പോയി വരുമ്പോഴേക്കും ഞാൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കാം, പിന്നെ കൊണ്ടുവരണ ഇറച്ചിയും മീനൊക്കെ ഒന്ന് പകർത്തി വെക്കല്ലേ വേണ്ടു, എല്ലാം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം അവരെ അങ്ങോട്ട് വിട്ടിട്ട് ഞാൻ പതുക്കെ, പിന്നെ തലേ ദിവസം ഡിവൈൻ വൈകിട്ട് തന്നെ മിറ്റമൊക്കെ അടിച്ച് മറ്റേ ഗ്ലിറ്ററിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പുറത്ത് പണികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇവർ പോയി കഴിഞ്ഞപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷമുള്ള ക്ലീനിങ്ങാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം അതൊന്ന് ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാലേ പരിപാടി കഴിഞ്ഞല്ലോ. 10 മിനിറ്റ് കൊണ്ട് നമ്മളത്, കുട്ടികൾ ഇല്ലെങ്കിൽ നമുക്ക് വേഗം പണികൾ കഴിയും. ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരൊന്ന് കരയുമ്പോൾ അവരുടെ അടുത്ത് പോയി പിന്നെ അവരൊന്ന് കുറച്ച് നേരം എടുത്ത് അങ്ങനെയാകുമ്പോൾ നേരം കുറേ പോകട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന ആ സാധനങ്ങളുടെ എല്ലാ ബോക്സും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആസ്തെറ്റിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പോപ്പപ്പ് ബാക്ക് ഡ്രോപ്പ്. അതായത് ഈ കാണുന്ന ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ ബർത്ത്ഡേയുടെ വലിയ ബാക്ക് ഡ്രോപ്പ് കണ്ടില്ലേ, ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ളത്, അത് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആർക്കെങ്കിലും ഫോൺ നമ്പർ വേണമെങ്കിൽ ഇതിലുണ്ട് കേട്ടോ.
അപ്പോൾ ഇങ്ങനെയാണ് ഈ 1 2 3 4 എന്നില്ല ഇതേ ടൈപ്പ് ഇതിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ നമുക്ക് തിരിച്ച് വെച്ച് ഭദ്രമായിട്ട് എവിടെയെങ്കിലും എടുത്ത് വെക്കാം. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം വെറുതെ ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രമാണ് എഴുതിയിട്ട് പെട്ടെന്ന് പൊന്നു പറഞ്ഞയച്ച് ചെയ്യിച്ച കാരണം എൻ്റെ സാരിയുടെ ആ ഒരു ഫോട്ടോ അങ്ങോട്ട് ആ കുട്ടി അയച്ചു കൊടുത്തതെന്ന് തോന്നുന്നുണ്ട് ഡിംപിള്. അപ്പോൾ അതനുസരിച്ചാണ് അവരത് ബാക്ക് ഡ്രോപ്പ് വെറുതെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താണോ വേണ്ടത്, എന്ത് ഡിസൈനാണോ എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ അവർ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഒരു കൈകാര്യം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഈ സംഭവം അവർ കൊറിയർ ചെയ്ത് തരും, എന്തെങ്കിലും ചെയ്യും. ചെറിയൊരു പാക്കറ്റ് വരും, അത് നമ്മൾ വാങ്ങി വയ്ക്കും. പക്ഷേ വിരിച്ച് വെക്കുമ്പോൾ ആ ഒരു വലിയ ഇതും പിന്നെ അതിലേക്കുള്ള ബലൂണുകൾ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറുകൾ അടക്കമാണ് അവർ വരിക. അതായത് ഈ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു മുട്ടുസൂചി പോലും നമുക്ക് പുറത്തുനിന്ന് എടുക്കണ്ട, അതിൽ എല്ലാതും അതിനകത്തുണ്ടാവും. ഇതിങ്ങനെ ഒരൊറ്റ ഒരു കവറും അതൊരു ഇതിനകത്താക്കിയിട്ട് അങ്ങനെ ഞാൻ സോഫയുടെ വിരികളൊക്കെ സീറ്റ് കവറും ബാക്ക് ഷീറ്റൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഞാൻ വിരിച്ചിട്ടു. അപ്പം ഞാൻ പറഞ്ഞത് കുട്ടികളില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടപ്പാന്ന് നമ്മുടെ പണികൾ കഴിയും. അപ്പം ഇവിടെ ചാക്കോച്ച പാച്ചൂട്ടം വന്നതിൻ്റെ 2 ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു, പൊന്നുവിൻ്റെ ഡ്രസ്സ്. അങ്ങനെ അത്യാവശ്യം വളരെ കുറവുണ്ടായിരുന്നല്ലോ, ആ ഉള്ളത് ഞാൻ വാഷ് ചെയ്തിട്ടു. അങ്ങനെ വന്നപ്പോൾ മേശപ്പുറത്തുള്ള ബാക്കി ഇതൊക്കെ ഒതുക്കിയിട്ട് ഞാൻ വിചാരിച്ചു മീനും ഇറച്ചിയൊക്കെ കൊണ്ടുവരുമ്പോഴേക്ക് ആ ബോക്സുകൾ എടുത്ത് വെച്ച് ഞാൻ നേരത്തെ ഇനി അത് തപ്പാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ തോംസൺ ഗസേലത്തെ മറ്റേ ബോക്സാണ് ഫുള്ള് അവർക്ക്. അപ്പോൾ അവർ എൻ്റെ ഒരു ഇതെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എവിടെ പണിയെടുക്കാൻ നിന്നാലും ഇവരിൽ ഒരാളെങ്കിലും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, എനിക്ക് എന്തെങ്കിലും ഒരു അപകടം വന്നാലും അവരൊന്ന് കുറച്ച ആളെ കൂട്ടും. 3 ആളുണ്ടല്ലോ അങ്ങനെ. അപ്പോൾ ഞാൻ മറ്റേ ഗിഫ്റ്റുകളൊക്കെ എടുത്തിട്ട് ബെഡ്റൂമിലേക്ക് എടുത്ത് വെച്ചു. ഡൈനിങ് ടേബിൾ ഫ്രീ ആക്കി ഇട്ടു. അപ്പോഴേക്ക് ഇവർ മാർക്കറ്റിൽ നിന്ന് വന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ പുതിയ ഒരു സംഭവം കൊണ്ടുവന്നത് കോഴിയുടെ നട്ടും ബോൾട്ടും ലിവർ പിന്നെ കുടൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പോൾ അവിടെ മാർക്കറ്റിൽ അവൈലബിളാണ്, പട്ടികൾക്ക് വേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവൻ ഇപ്രാവശ്യം ഒരു പരീക്ഷണം എന്നുള്ള പോലെ അത് കൊണ്ടതും ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് കേട്ടോ, പ്രത്യേകിച്ച് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് സാധനങ്ങൾ ഒന്ന് ഓർഡർ എടുക്കാനും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പാക്ക് ചെയ്ത് വെച്ചാൽ തിങ്കളാഴ്ച രാവിലെ അത് പോസ്റ്റ് ചെയ്യലേ വേണ്ടു. കാരണം ശനിയാഴ്ച മുടക്ക്, വെള്ളിയാഴ്ച മറ്റേ റിപ്പബ്ലിക്കിൻ്റെ അവധി ഒക്കെ ആയിട്ട് 3 ദിവസം ഒന്നും ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ തിങ്കളാഴ്ച രാവിലെ അയക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വേഗം പാക്ക് ചെയ്തു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ലക്ഷ്മിയുടെ ഓർണമെൻറ്റ്സിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതാണ് നല്ല നമ്മൾ എന്താ പറയുക കെം സ്റ്റോണാണ് കേട്ടോ, അതും പേള് പിന്നെ റൂബി ജെയ്ഡ് കല്ലുകൾ, നല്ല വെറൈറ്റി ലക്ഷ്മിയുടെ വളകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പുറമേ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വളകളാണ്, നാട്ടിലത്തെ അല്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഷോപ്പിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഫാൻസി ഐറ്റംസ് കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിംപിളിനും കുറച്ച് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സിൽവർ സ്റ്റോണായിട്ട് അവൾ ബ്ലാക്കും സിൽവറും കൂടിയിട്ടാണ് സാരി ഉടുക്കുന്നത് 5-ാം തീയതി അവരുടെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് കുറച്ച് കമ്മലുകൾ വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇത്. പക്ഷേ പൊന്നു ഇതൊന്നും ഇടില്ല എന്ന് പറഞ്ഞു, അവൾക്ക് വളരെ സിമ്പിളായിട്ടുള്ളത് മതി എന്ന് പറഞ്ഞു. അവൾ സെലക്ട് ചെയ്തത് ഇതാണ് കേട്ടോ. ഇതും ഒരു സിമ്പിൾ ഡയമണ്ടിൻ്റെ ഒരു മാലയും മാത്രമാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള കമ്മലാട്ടോ. ഞാനത് നമ്മുടെ വാസന്തിയുടെ മോള് നിമ്മിക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്തു അത്. അങ്ങനെ അപ്പോഴേക്കും എൻ്റെ ഇതൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് പാക്ക് ചെയ്യാൻ ഡാഡിയുടെ കൊടുത്തിട്ട് ഞാൻ വേഗം ഇവിടെ വന്ന് നമ്മുടെ ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ ഒതുക്കി. കാരണം അത് ഞാൻ ഒതുക്കിയാൽ തന്നെ ശരിയാവുള്ളൂ. അപ്പോൾ പിന്നെ ട്രാൻസ്പാരൻറ്റ് ബോക്സുകളിലായ കാരണം ആർക്ക് വേണമെങ്കിലും എടുത്ത് കൈകാര്യം ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാതും ഡിവൈൻ വേഗം കഴുകി തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് എറണാകുളത്തേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഞാൻ കണ്ണാട വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോമും അങ്ങോട്ടും കളിയും ബഹളമൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ കണ്ണാട പതൊക്കെ ഊരി വെച്ചതാട്ടോ. അങ്ങനെ ചാക്കോച്ചൻ്റെ നല്ല മിടുക്കനായിട്ട് കിടന്നുറങ്ങണു. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തോമുട്ടനും ഉറങ്ങിയിട്ടോ. അങ്ങനെ തോമുട്ടൻ ഉറങ്ങി. പിന്നെ ലതയുടെ വീട്ടിലെത്തിയപ്പോഴാണ് എണീറ്റത്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് ലതയുടെ വീട്ടിലാണ്. ലതയുടെ അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുക, അപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ലതയുടെ വീട് എറണാകുളത്ത് കടവന്ത്രയിലാണ്. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പച്ചൻ്റെ ചേട്ടൻ്റെ മോളിയുടെ വീട്. അവിടെ വല്യമ്മ ഇതുപോലെ വയ്യാണ്ടിരിക്കുക. അപ്പോൾ അവിടെയും പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെയും കയറി വല്യമ്മയുടെ 2 മക്കളാണ് ഷേർലി മോളി.
അപ്പോൾ ഷേർലിയുടെ മരുമകൾ കുട്ടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ 2 മരുമക്കളാണ്, ഡിവൈനും മോളും. ഹർഷ എന്നവളുടെ പേര്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഡിംപിളുടെ അവിടേക്ക് വന്നു, ആൻസിൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടെ വന്നിട്ട് ഞാൻ അവിടെ നിന്നുള്ള ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവനെ പറ്റിച്ചിട്ടാണ് പോന്നേ. ഇവനെ അപ്പയുടെ ബുള്ളറ്റും ഇരുത്തിയിട്ട് അപ്പം ബുള്ളറ്റും കൊണ്ട് മുമ്പ് പോയിട്ട് ഞങ്ങൾ പിന്നാലെ ഇറങ്ങുക ചെയ്തത്. അല്ലെങ്കിൽ ഇനി കരച്ചിലും ബഹളാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം അവനെ അപ്പാപ്പനെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കുഴപ്പമില്ല, അപ്പാപ്പനെ ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അപ്പാപ്പ അവനെ കൊണ്ടുപോകാണ്ട് പോകാമെന്ന് പറഞ്ഞാൽ അവനത് ഭയങ്കര സങ്കടമാണ്. അങ്ങനെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ടുവരാറില്ലല്ലോ. പിന്നെ തലേ ദിവസം അവൻ പോയിട്ടുമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഡിംപിളുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കമ്മലും അതൊക്കെ കൂടി, എന്നിട്ടും മാല കൊണ്ടുപോകാൻ മറന്നിട്ടുണ്ട്. അത് ഞാൻ വിചാരിച്ചു കൊറിയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ 12:15 ഒക്കെ ആവാറായിട്ടോ. പിന്നെ വേറെ ഒന്നിനും നിന്നില്ല, വേഗം അങ്ങോട്ട് കിടന്നു ഉറങ്ങി. ഭക്ഷണം ഞങ്ങൾ വഴിയിൽ നിന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സൺഡേ, നല്ലൊരു സൺഡേ ആയിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. അപ്പോൾ നാളത്തെയല്ല, മറ്റന്നാളത്തെ വീഡിയോ ആയിട്ട്. അപ്പോൾ ബൈ.